2025 വിഷുവിന് വെന്നിക്കൊടി പാലിക്കാൻ വേണ്ടി കേരള ബോക്സ് ഓഫീസിൽ തകർക്കാൻ വരുന്ന 4 സിനിമകളാണ്. ആ ഒരു 4 സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ വർഷത്തെ വിഷുവിന് കേരള ബോക്സ് ഓഫീസിൽ വെന്നിക്കൊടി പാലിക്കാൻ വരുന്നത് 4 സിനിമകളാണ്. 4 മെഗാ പ്രോജക്റ്റുകളാണ്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയാണ്. നവാഗതനായ ഡീനോ ഡെന്നിസ് തന്നെ കഥയും തിരക്കഥയും എഴുതി സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ബിസിനസ്മാനാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്മാനും ഗൗതം വാസുദേവമേനോൻ എന്ന് പറഞ്ഞ പോലീസുകാരനും ഒരു സീരിയൽ കില്ലറിനെ ഹണ്ട് ചെയ്യാൻ പോകുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയിൽ പറയാൻ പോകുന്നത്. ഓൾറെഡി ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ റിലീസ് ആയപ്പോൾ തന്നെ നമ്മൾ കണ്ടാണ് മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയാണ് അരങ്ങിൽ ഒരുങ്ങാൻ പോകുന്നത്. മമ്മൂക്ക പ്ലസ് സ്റ്റൈലിഷ് ആക്ഷൻ കോംബോ എന്ന് പറയുന്നത് തന്നെ മലയാളികൾക്ക് ഒരു പ്രത്യേക വിരുന്നാണ്. അപ്പൊ ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയും അതേപോലെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ജേണലുള്ള സിനിമയാണ്. സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് സാക്ഷാൽ തല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയാണ്. നമുക്കറിയാം അജിത്തിന്റെ ഒരു ഫാൻ ബോയ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. അദ്വൈത് രവിചന്ദ്രൻ എന്ന് പറഞ്ഞ സംവിധായകൻ എന്ന് പറയുന്ന അജിത്തിന്റെ ഒരു ഡൈ ഹാർഡ് ഫാൻ ബോയ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി അജിത്തിന്റെ ബോക്സ് ഓഫീസ് പവർ എത്രയുണ്ട് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഗംഭീര റെസ്പോൺസ് ആണ് ട്രെയിലറിന് കിട്ടിയിരിക്കുന്നത്. അജിത്തിന് പല ലെവലിലുള്ള ഗെറ്റപ്പിലാണ് ഈ ഒരു സിനിമയിൽ ട്രെയിലറിൽ നമ്മൾ കണ്ടത്. അത് മാത്രമല്ല അജിത്തിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇമ്പാക്റ്റ് ആണ്. മങ്കാത്തയിലെ വിനായക് മഹാദേവനെ എല്ലാവരും കണ്ടതാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള സിനിമയായിരിക്കും ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഈ ഒരു സിനിമ ഏപ്രിൽ 10-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് മരണമാസം എന്ന് പറഞ്ഞ സിനിമയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇമ്പാക്റ്റ് ആണ്. ഈ മരണമാസം എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സൂപ്പർ ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ ബേസിൽ ജോസഫ് ആണ്. സിനിമയുടെ ട്രെയിലറും ഇതിനോടൊപ്പം തന്നെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലും ഒരു മരണമാസം എന്ന പേരുണ്ടെന്ന് പറഞ്ഞാലും അതിലും ഒരു സീരിയൽ കില്ലിങ്ങും എല്ലാം ഉണ്ട്. അതായത് ഒരു ഹണ്ടിങ് പോലെ തന്നെയാണ് ഈ ഒരു സിനിമ. കോമഡിയും അതുപോലെ അല്പം ഗ്രേ ഷെയ്ഡും കൂടെ ഒരു കോംബോയിലാണ് ഈ ഒരു മരണമാസം എന്ന് പറഞ്ഞ സിനിമ പോകുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ടൊവിനോ തോമസ് ആണ്. സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് സിജു സണ്ണി എന്ന് പറഞ്ഞ അഭിനേതാവ് കൂടിയാണ്. അപ്പൊ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവപ്രസാദ് എന്ന് പറഞ്ഞ നവാഗതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ കൂടിയാണ് മരണമാസം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത്. അപ്പം ബേസിലെ എല്ലാ സിനിമകളും ഈ പറയുന്ന പോലെ എല്ലാം ഹിറ്റാണ്. അപ്പൊ മരണമാസം എന്ന് പറഞ്ഞ സിനിമയും ഹിറ്റ് ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ സിനിമ എന്ന് പറയുന്നത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട് അല്ലെ. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത് തന്നെ ആ പേര് സൂചിപ്പിക്കുന്നത് തന്നെ അതായത് +2 കഴിഞ്ഞ ശേഷം ഒരു കൂട്ടം ചെറുപ്പക്കാര് ബോക്സിംഗ് പഠിക്കാൻ പോകും. അപ്പൊ ബോക്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം കൂടെ കോർത്ത് നിൽക്കൊണ്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. നസ്ലിനടങ്ങുന്ന ഒരുപാട് താരനിരകൾ ഈ ഒരു സിനിമയിലുണ്ട്. ഖാലിദ് റഹ്മാന്റെ സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം സിനിമയ്ക്ക് വേണ്ടിയും എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ആണ്. നസ്ലിനും ഈ പറഞ്ഞ പോലെ സിനിമ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് ആണ്. അപ്പൊ ആലപ്പുഴ ജിംഖാനയിൽ നസ്ലിൻ ഖാലിദ് റഹ്മാൻ കോംബോയിൽ വരുന്ന സിനിമ കൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്ക് നല്ല വകയുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയും ഏപ്രിൽ 10-നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു വിഷുവിന് 4 സിനിമകളാണ് തീപ്പൊരി പോരാട്ടമായി വരുന്നത്. ബസൂക്ക, ആലപ്പുഴ ജിംഖാന, മരണമാസം, ഗുഡ് ബാഡ് അഗ്ലി. ഈ ഒരു 4 സിനിമയും ഗംഭീര വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും ഈ വിഷുവിന് കേരള ബോക്സ് ഓഫീസിൽ തീപ്പൊരി മാറും. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.